അസ്സലാമു അലൈക്കും. ഞാൻ സൽന. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചകിരിച്ചോറ് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ ഉള്ള ചകിരിച്ചോറ് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇതുപോലെ വീട്ടിലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവൊക്കെ കുറച്ചിട്ട് നമുക്ക് ഗാർഡനിങ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇത് നമുക്കിതിന് വേണ്ടത് ഒരു വലുപ്പത്തിലുള്ള ഒരു തുണിക്കഷ്ണമാണ്. നമുക്ക് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള തുണി അല്ലെങ്കിൽ പോളിസ്റ്റർ തുണിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേങ്കിൽ കോട്ടൺ തുണി ആണെങ്കിൽ നന്ന നേരിയത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് പരമാവധി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. കൈ കൊണ്ട് പിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് കൈ കൊണ്ട് തന്നെ പിച്ചെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് ഈ നാരുകളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് നല്ലോണം പൊടിയായിട്ടാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ചെറുതായിട്ട് തന്നെ ഈ നാരുകൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാനിപ്പോൾ ഇതൊന്ന് മുറിച്ചെടുത്തിട്ട് ഇത് നമുക്ക് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഒരു പരമാവധി നമുക്ക് ഇതൊക്കെ ഇതിനൊന്ന് വേർപെടുത്തിയെടുക്കുക കേട്ടോ. കൈ കൊണ്ട് പിച്ചിട്ടൊന്ന് വേർപെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. നല്ല ഫൈൻ പൊടിയായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു തുണി ഒരു കിഴി പോലെയായിട്ട് കെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ലൂസായി പിടിച്ചിട്ട് തന്നെ ഇത് കെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കൊരു ബേസിനിലോ ബക്കറ്റിലോ ഇത് ഇട്ട ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചകിരിയിൽ ഉയർന്ന അളവിൽ സോഡിയം അതുപോലെ തന്നെ മറ്റുള്ള ലവണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സാൾട്ട് കണ്ടൻറ്റൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കറ കളയുന്നത്. പിന്നെ ഇതിലേക്ക് കുമ്മായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടിയോളം കുമ്മായത്തിൻ്റെ പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കണം. കുമ്മായൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു 2 ദിവസം വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 2 ദിവസത്തിന് ശേഷമുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തുണിയൊക്കെ കഴുകിയെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതൊന്ന് തിരുമ്മിയെടുക്കുക. ഇപ്പം കണ്ടില്ലേ ഈ വെള്ളത്തിൻ്റെ കളറ്. അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. ഇന്ന് വാങ്ങുന്ന ചകിരിച്ചോറൊക്കെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ തുണി ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴുകിയെടുക്കൽ വളരെ എളുപ്പമായിട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലാണ്ട് നമ്മൾ നേരിട്ട് ചേർക്കുമ്പോൾ നമുക്കിത് വെള്ളം മാറ്റാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യം വെള്ളം ചേർത്തിട്ട് അതിൽ വീണ്ടും കുമ്മായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ വെള്ളം മാറ്റുമ്പോൾ അത് വേറൊരു പാത്രത്തിലിട്ട് പിന്നെ ഇപ്പുറം വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വെള്ളത്തിൻ്റെ കൂടെ പിന്നെ പൊടിയൊന്നും പിന്നെ വേറെ നഷ്ടപ്പെടുകയും ചെയ്യില്ല. നമ്മൾ ചെയ്തത് അത്രയും തന്നെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഞാനിപ്പോൾ 9 ദിവസം വരെ വെച്ചിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതിപ്പോൾ ശരിക്കും റെഡി ആയിട്ടില്ല. അതിൻ്റെ ഒരു കളറൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി അതിൻ്റെ കറ മാറാനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ വീണ്ടും ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ചിലരൊക്കെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വെറുതെ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടൊക്കെ എടുക്കാമെന്നൊക്കെ പറയലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ള രീതിയാണ്. ഇതിൽ ഒരുപാട് കെമിക്കലൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ചെടികൾക്ക് അത് ദോഷമായിട്ട് വരും. ഇതിപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം ആണ് എനിക്കിത് റെഡിയാക്കി കിട്ടിയിട്ടുള്ളത്. നല്ല കറുപ്പ് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന ചകിരിച്ചോറിൻ്റെ ഒക്കെ അതേ കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചത്തിൻ്റെ ഒരു ഇതിൽ ചെറിയൊരു കളറിലൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനൊന്ന് എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇത് കെട്ടിയിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ലൊരു കറുപ്പ് കളർ പോലെ ആയിട്ട് വരണം. അതാണ് ഇതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു രീതി. ആ കറയൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കളറിലേക്ക് വരികയുള്ളൂ. നമുക്കിത് പൊടിച്ചെടുക്കണം എന്നുള്ളവർക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഞാൻ വെറുതെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇത് പൊടിക്കാതെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് അതിൻ്റെ അതേ അളവിനൊപ്പം തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പൊടിച്ചെടുത്തിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് നല്ലോണം ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ അഗ്ലോണിയ പോലത്തെ ചെടികൾക്ക് ഈ നാരോട് കൂടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു രീതിയിൽ ഞാനിപ്പോൾ ഇത് പൊടിക്കാതെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഗ്ലോണിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നാരോട് കൂടിയിട്ട് തന്നെ ഉള്ള ചകിരി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പൊടിച്ചെടുത്ത ശേഷം എനിക്കിപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്.
നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നാര് ഇത്തിരി വലുതായത് കൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു പഴയ മിക്സി ഉപയോഗിക്കാത്തൊരു മിക്സിയിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മൂർച്ചയൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ചകിരിച്ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയത്. ഇതിപ്പം 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ അത് ഒട്ടും ശരിയായിട്ടുള്ള രീതിയല്ല. നമുക്ക് ചെയ്യാൻ ഈ പ്രോസസ്സിന് കുറച്ച് സമയം വേണ്ടി വരുള്ളൂ. പക്ഷേ ഇത് കറിയൊക്കെ കളഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് 2 ആഴ്ചയൊക്കെ സമയം പിടിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണാനുണ്ട്. എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്